ചെടിയൊക്കെ ഇതൊക്കെ ഉണ്ടോ സെറ്റാക്കി. ജമന്തി പിന്നെ റോസ് ഇങ്ങനെ പൂവുള്ളതൊക്കെ എടുത്തു. എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ വെക്കാൻ ഞങ്ങൾ തന്നെ പോകണം. അവിടെ ആരുമില്ല, അവിടെ അവൻ തന്നെ ഉള്ളു. അവന് കല്യാണമൊന്നും കിട്ടില്ല, അപ്പോൾ ആരുമില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ മൂന്നാളും കൂടി അതിൽ വെച്ച് കൊടുക്കാൻ പറഞ്ഞിട്ടേ ചെടിയിലൊക്കെ സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. മണ്ണും ഒക്കെ മേടിച്ചിട്ടുണ്ട്. കണ്ടോ, ഞങ്ങൾ ഇറക്കാൻ പോവാണ്. ഇതാ കണ്ടോ മേടിച്ചിട്ട് വന്നത്, ഇതൊക്കെ മേടിച്ചതാണ്. ഇതാ കണ്ടോ ചകിരിച്ചോറ് എല്ലാം മേടിച്ചു. ഞങ്ങൾ ഇതൊക്കെ സെറ്റാക്കിയിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇനി ഓക്കെ, ഇതൊക്കെ വെക്കാൻ പോകണം കേട്ടോ. ഇത് അന്ന് വന്നിട്ട് സെറ്റാക്കി കൊടുത്തതാണ്. കണ്ടോ, ഇത് കുറച്ച് ദിവസം മുമ്പ് വന്നിട്ട് സെറ്റാക്കി കൊടുത്താണ്. ഇതൊക്കെ ജസീന സെറ്റാക്കിയതാണ്. അവൾ തന്നെ മേടിച്ചിട്ട് കണ്ടോ. അവളുടെ പൂച്ച കണ്ട, ആരുമില്ല. അവൻ്റെ താക്കോൽ അടുത്ത വീട്ടിൽ നിന്ന് മേടിച്ചാണ്. തൊട്ട് വീട്ടിൽ എൻ്റെ കൂട്ടുകാരൻ്റെ വീടാണ്, അവളുടെ വീട്ടിൽ താക്കോൽ മേടിച്ചത്. അതുകൊണ്ട് കണ്ടോ വീട് പണിയൊക്കെ കഴിഞ്ഞതാണ്, ഇപ്പം കഴിഞ്ഞുള്ളൂ. അവൾ കാറങ്ങോട്ട് ചരിച്ച് നിർത്താൻ പറഞ്ഞിട്ട് പോയതാണ്. ഇനി ഇതിലെല്ലാം മണ്ണാക്കണം. എത്ര ചട്ടി മേടിച്ചറിയോ നോക്കട്ടെ. 1 2 3 4 5 ചട്ടി മേടിച്ചിട്ടുണ്ട്. പറഞ്ഞപ്പോൾ തത്തമ്മീൻ്റെ പറയണ്ടായിരുന്നു, നമുക്ക് നോക്കാം കേട്ടോ. തത്തമ്മ കണ്ടോ, തത്തമ്മ കണ്ടോ, തത്തമ്മയെ പൂച്ച തത്തമ്മയുടെ കൂട് കണ്ടോ, എത്ര വലുത്. 2 തത്തമ്മയാണ്. ചോളമൊക്കെ കൊടുത്തിട്ടുണ്ട്. കൊയ്യാക്ക ഈ പൂച്ചൻ്റെ 2 കണ്ണ് വ്യത്യാസം നോക്ക്. കണ്ടോ 2 കണ്ണ് വേറെ വേറെ കണ്ണ്. 2 വേറെ പൂച്ച. ഏതിട്ടില്ല. ആ ഹോളിടുന്നത് എങ്ങനെയാ അറിയോ, ഗ്യാസിൽ കൂട്ടി കത്തി വെക്കുക. അതെന്തിന് കണ്ടോ എന്താ താക്കോൽ പോകുമ്പോൾ അവിടെ കൊടുക്കും. ഇത് വന്ന് അവൾക്ക് അവൻ തിരിച്ചു കൊടുക്കും. ബില്ല് മേടിച്ചതിൻ്റെ അവൾ ഓട്ട് കേൾക്കണ കണ്ട. കിച്ചണിൽ ചിരട്ട ഉണ്ടാക്കി നോക്കി, ചിരട്ട. ഇവിടെ എന്തോ സ്മെല്ല് തേങ്ങ എല്ലാത്തിനും പകുതി തേങ്ങ. എങ്ങനെ ഞാൻ ചിരട്ട കിട്ടൂ? ഇല്ലപ്പം എല്ലാത്തിനും തേങ്ങ നോക്ക്, ഒന്നിനും ഇല്ല. കണ്ടോ ചട്ടിയൊക്കെ വലിയ ചട്ടിയാണ്, പക്ഷെ ഇതൊക്കെ മരം വെക്കുന്ന ചട്ടി. ജെസ്സി ഇത് എത്ര രൂപൻ്റെ? ഇത് 110. ഞങ്ങൾക്ക് 120. ആ അല്ലല്ല, ഞാൻ വീഡിയോസ് ഇടാന്. ഇതാ ഈ കരിയില നിറച്ചു വിട്ടാ. കണ്ടോ കരിയിലയാക്കിയിരിക്കുന്നത്. 5 കരിയിലയാക്കിയിട്ടുണ്ട്. 1 മണ്ണാക്കിയിട്ടുണ്ട്. ഇത് ചിരട്ട അവളവിടെ പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്.
ഇത് ചിരട്ട ഇടാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, ഇങ്ങനെയാണ് ചെടി വെക്കുക. ഈ കരിയില നിറയ്ക്കുക. എനിക്കറിയില്ലായിരുന്നു, ഞാൻ മണ്ണ് മാത്രം ഇട്ടിട്ട് അങ്ങനെ കട്ട പോലെ ആയിട്ടുണ്ട്. ചെടി അങ്ങോട്ട് പൊന്തുന്നില്ല. സംഭവം ഇങ്ങനെയൊക്കെ ചെയ്യണേ. പക്ഷെ ഇവിടെ സ്കൂളിലും ഇങ്ങനെ തന്നെ ചെയ്യുക. നമ്മൾ ഗാർഡൻ ഉണ്ടാക്കുമ്പോൾ നല്ലോണം വരും. അപ്പോൾ നമുക്ക് നോക്കാം അങ്ങനെ വെക്കുന്നത്. ഓക്കെ, ഇത് കണ്ട ചിരട്ട, ചിരട്ട വെച്ചിട്ടുണ്ട്. ഇതൊക്കെ കണ്ട ചിരട്ട, ഇതിൽ ചിരട്ടിയിട്ടിട്ടുണ്ട്. എല്ലാത്തിലും ചിരട്ടിയിട്ടുണ്ട്. ഇത് കണ്ട ചിരട്ട കുറേ ഉണ്ട്. ഇതാ ഒന്ന്, ഇതാ കുറേ ചിരട്ട അതെല്ലാം എന്താ ചകിരി ചിരട്ടിയൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ മിക്സറിൻ്റെ മണ്ണ്, മണൽ, ചകിരിച്ചോറ്, എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, ഇതെല്ലാം കൂടിയുള്ള മിക്സ്, പോട്ടിംഗ് മിക്സും മണ്ണും കൂടെ മിക്സ് ചെയ്തിട്ട് അതിടും. അതിലെല്ലാം എഴുതിയിട്ടുണ്ട് കേട്ടോ. മണ്ണ്, മണൽ, ചകിരിച്ചോറ്, എല്ലും പൊടി, വേപ്പും പിണ്ണാക്ക്, കരി, ചാരം, ചാണകപ്പൊടി, ഇത്രയാണ് കേട്ടോ ഇതിൽ ചേർക്കാൻ പോണത്. കത്തിയ മണ്ണും കണ്ടിട്ടുണ്ടോ? ആ ഇതില്ലേ കാരക്കത്തി കൊണ്ട് തന്നെ ഇങ്ങനെയാക്കി നോക്ക്. നിങ്ങൾ കുറേ ദിവസമായിട്ട് അവള് ചെയ്ത് കൊടുക്കാൻ വേണ്ട ആള് പാവം, അവൾക്ക് തുണയില്ല. അതാണ് സംഭവം. ഞാനും കൂടി വന്നപ്പോൾ അപ്പോൾ അവൾക്കൊരു തുണയായി. അവൾക്കിത് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അവളുടെ വീട്ടിൽ അവൾ ഗാർഡൻ ആക്കിയിട്ടുണ്ട്. അപ്പോൾ വീട് പണി എല്ലാം കഴിഞ്ഞപ്പോൾ ഗാർഡൻ സെറ്റ് ചെയ്ത് തരാൻ പറഞ്ഞു. കണ്ടോ, എല്ലാ വീട് പണിയൊക്കെ കഴിഞ്ഞു. അവൾ കത്തിയ റെഡിയാക്കി വേഗം പോയി എത്തണം. ഇതാട്ടോ, ഈ മണൽ അതിൽ കൂടെ ചേർത്താൻ പോവാണ്. ഇനി വീണ്ടും പോട്ടിംഗ് മിക്സ് ഇടും. അപ്പം മണ്ണൽ രണ്ടാകുമ്പോൾ ഇങ്ങനെ കട്ട പിടിക്കില്ല. ഇങ്ങനെ വെച്ച് കയറണം. കണ്ടോ, എല്ലാം കൂടി മിക്സ് അല്ലേ. ഇതിൽ നീ കുറച്ച് കരിയില അവിടെ നിന്ന് കൊണ്ടുവരും. ഓ, ബാക്കിലുണ്ട്. ഓ, ഇതിൽ കരിയില നമുക്ക് പോയിട്ട് എടുക്കാം കേട്ടോ. ഓക്കെ, ഇവിടെ എന്താ കിടക്കണ കോലെന്നൊന്നും വിചാരിക്കണ്ട. ഇവിടെ ആരുമില്ല, പാവം. അതുകൊണ്ടാണ് അവൻ ഒറ്റയ്ക്കാണ് ഇരിക്കുന്നത്. കരിയിലാക്കിയിട്ടുണ്ട് കേട്ടോ. അതിൽ നീ മണ്ണും അതാ ബാക്കിയുള്ള സാധനം. പിന്നെ അത് ഈ സാധനവും ഇപ്പം പറഞ്ഞില്ലേ, ചകിരിച്ചോറും എല്ലാം കൂടി ഇതാ ചകിരിച്ചോറ് ഇട്ടിട്ടുണ്ട്. എല്ലാത്തിലും ഇതാ ചകിരിച്ചോറ് വേണ്ട. ഫസ്റ്റ് അതിട്ട പോലെ മണ്ണിട്ടിട്ട് പിന്നെ ഇട്ടു. അങ്ങനെ കേട്ടോ. പിന്നെ ചാരം, ചാരം എവിടെ നിന്ന് കിട്ടിയപ്പോൾ എനിക്ക് അടുപ്പുന്നത്. ചാരമൊക്കെ കൂടി ഇട്ടിട്ട് ഇളക്കുകയാണ്.
കല്ലും കട്ടയൊക്കെ മാറ്റുക, എന്നാലല്ലേ അതിൽ ശരിയാവില്ലല്ലോ. ഇത് അവിടെ നിന്ന് വന്ന് നായി. ഇതിടെ അറിയില്ല, ഇതെല്ലാം തന്നുള്ളൂ, ഉള്ളതുണ്ടാവും അതിൽ. ഇതിൽ മാത്രം കൂടുതൽ, അങ്ങനെ കൂടുതൽ വേണ്ട, ഒപ്പം വേണ്ടേ? ഇല്ല, അത് ഇളക്കിയാൽ മതി. മടിയിൽ മണ്ണുണ്ടാവും. മണ്ണ് ഇതാവാണ്ടിരിക്കുക, കട്ടയാവാണ്ടിരിക്കാനാണ് ഈ ചകിരിച്ചോറും എല്ലാം. അതുകൊണ്ടാണ് എൻ്റെ വീട്ടിലെല്ലാം കല്ല് പോലെ ഇരിക്കുന്നത്. ഇപ്പം എനിക്ക് മനസ്സിലായി. പക്ഷേ എനിക്കറിയില്ല, ഞാൻ ഫ്രിഡ്ജ് ബോക്സിലും ഒക്കെ ഇട്ടു. നേരത്തെ അറിയണമെങ്കിൽ ഞാൻ ഇതുപോലെയൊക്കെ മേടിച്ച് ചെയ്തന്നെ. ഇനി എന്തായാലും അടുത്ത കൊല്ലം മഴക്കാലം ആകുമ്പോഴേക്കും ഇതേപോലെയൊക്കെ മേടിച്ച് ചെയ്യണം. എന്തായാലും പഠിച്ചു. അവൾ പറഞ്ഞു തന്നത് കേട്ടോ. അവൾ ഓരോ ചെടി വയ്ക്കുന്നത് നമുക്ക് നോക്കാം കേട്ടോ. എന്താ ചെടി എല്ലാം ഓരോ കത്തിരിയും കൊണ്ട് മുറിച്ച്, തൊട്ട് വീട്ടിൽ കൂട്ടുകാരി പറഞ്ഞില്ലേ, അവളുടെ വീട്ടിൽ നിന്ന് അവൾ തന്നെ പോയി മുറിച്ചു. കൂട്ടുകാരിൻ്റെ വീട് അതാണ് ഇതിൻ്റെ അപ്പുറത്ത് കണ്ട. അവിടെ നിന്ന് എടുത്ത് ഞങ്ങളിവിടെ ചെയ്യാണ്. അതുകൊണ്ടാണ് ഇത്ര ധൈര്യത്ത് വന്നത്. ഇവിടെ അടുത്ത ആളുണ്ടല്ലോ, കണ്ടോ. ഇവിടെ ആരുമില്ല, നായ്ക്കളുണ്ട്. നായ്ക്കളുടെ പേടി, വേറെ ഒന്നുമില്ല കേട്ടോ. കുറേ നായ്ക്കളുണ്ട് ഈ വീട്ടിൽ. നായ ഒന്നും പാർക്ക് ചെയ്തൊന്നുമില്ലതാ. ഇതൊരു റോസ്, നീല പോലത്തെ ഒരു ചെടി, നല്ല ഭംഗിയില്ലേ. ഇത് വെക്കുന്നുള്ളൂ കണ്ടോ. നമുക്ക് കുറേ കണ്ടു വരുമ്പോൾ, പിന്നേക്ക് വരുമ്പോൾ നമുക്ക് വലുതായിട്ടുണ്ടാവും. കുഞ്ഞു ചെടിയുണ്ട്, ചെറിയ കുഞ്ഞു ചെടി കണ്ട. ഇതൊക്കെ ഇനി വലുതായിട്ട് വരും. അവളുടെ വീട്ടിൽ ചെറുതാണ്. അവൾ അതിനുള്ളതിനെ മുറിച്ച് തന്നു കേട്ടോ. എല്ലാത്തിനും അവളുടെ ഉള്ളതൊക്കെ അവൾ തന്നു. അവളുടെ അവിടെ വീട് പണിയാണ്, അല്ലെങ്കിൽ വരും. ശബ്ദം കേൾക്കണില്ലേ? അവിടെ വീട് പണിയാണ്. മഞ്ഞ ജമന്തി. ഇത് മഞ്ഞ ജമന്തിട്ടാ. ഇത് ഇനി 10 മണി, ഓരോവിടെ ഓരോന്ന് പറയും ഈ ചെടിൻ്റെ പേര്. റോസ് കളർ അറിയോ? നിങ്ങളുടെ നാട്ടിൽ എന്താണെന്ന് അറിയില്ല. ഞങ്ങളുടെ ഇവിടെ പറയുന്നത് 10 മണി എന്ന് പറയും. 4 മണിപ്പൂ, 10 മണിപ്പൂ പറയും. അസർമുല്ലയല്ല കേട്ടോ. അസർമുല്ല പൂവില്ലേ, അതിൻ്റെ അതേ കളറാണ് ഇതിൽ. അങ്ങനെ ഇതാ ഇത്രയും ചെടികൾ വെച്ചു. കണ്ടോ ഗൈസ്, ഇതിപ്പോൾ കിട്ടിയ തിട്ടാണ്. അപ്പോൾ അത് കേട് വന്നാലും വേണ്ടിയിട്ട് എല്ലാം ഇറക്കി വെക്കുകയാണ്. അത് നനയ്ക്കണുള്ളൂ, ചെയ്തുകൊണ്ടിരിക്കുകയാണേ. താമസം ഇല്ലല്ലോ ഇപ്പോൾ, ഇവിടെ ആരും താമസിക്കുന്നില്ല. താമസം തുടങ്ങണുള്ളൂ. അതാണ് ഇവിടെ ഇങ്ങനെ ചിരട്ടയൊക്കെ കണ്ട. അതിനുള്ളിൽ പോയപ്പോൾ ഉപയോഗിച്ച് പകുതിയാക്കിയിട്ട് ഇരിക്കുന്ന വീടല്ല, അതുകൊണ്ടാണ് ഇങ്ങനെ. കണ്ണുമ്പുറത്തൊക്കെ ഇപ്പം എല്ലാം സെറ്റാക്കി എടുത്തു കഴിഞ്ഞാൽ ഇരിക്കാൻ തുടങ്ങണുള്ളൂ. അവൾ വെള്ളം നനയ്ക്കുന്നു. എല്ലാം നന്നായി ഉണ്ടാവട്ടെ. എന്നാൽ നമ്മൾ വെച്ചിട്ട് അതിലൊരു പൂ വരുമ്പോൾ എന്ത് ഭംഗിയായിരിക്കും. ഇടക്കിടക്ക് വിളിച്ച് ചോദിക്കാമല്ലോ. ജെസ്സി പറയും എങ്ങനെയുണ്ട് എന്താണെന്നൊക്കെ വിശേഷങ്ങൾ. അപ്പോൾ പറയും. ഹൗസ് ഓണറിനെ വിളിക്കുക, പറയും. അവളൊരു ഹൗസ് ഓണറിനെ വിളിക്കുക, പറയുന്നത്. ഇടയ്ക്ക് വിളിച്ച് ചോദിച്ചിട്ടില്ലെങ്കിൽ അവനിതൊന്നും നനയ്ക്കില്ല. ഹലോ ഗായ്സ്, ഇന്ന് അടുത്ത വീഡിയോസുമായിട്ട് വരാം. നിങ്ങളൊക്കെ ചെടി വെക്കുമ്പോൾ ഇതേപോലെ പറഞ്ഞ സംഭവമൊക്കെ ഇട്ട് വെച്ചാൽ നല്ലോണം വരും കേട്ടോ. നല്ല ഭംഗിയിൽ ഇന്ന് അടുത്ത വീഡിയോസായിട്ട് വരാം. ബായ്.